ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എൻ്റെ വൈഫ് സുജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് അവളുടെ കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയത്. ആക്ച്വലി കടയിൽ പോകുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം പറഞ്ഞിട്ടാണ് പോയത്. കടയിലെത്തിയത് കുറച്ച് സ്വീറ്റ്സും കളൊക്കെ നിങ്ങൾ പാക്ക് ചെയ്തു. സർപ്രൈസായിട്ട് ഒരു സ്പെഷ്യൽ ഡയറി മിൽക്ക് സിൽക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഈ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം നൈസായിട്ടൊന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോണ വഴിയാണ്. ഇത് വീട്ടിലെത്തി ഞങ്ങളിനിയിപ്പോൾ നൈസായിട്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. സർപ്രൈസായിട്ട് നമ്മളിപ്പോൾ വീടിൻ്റെ അകത്താണ്. എന്നാലും ഞങ്ങൾ നൈസായിട്ട് ചെറിയൊരു പ്ലാനൊക്കെ ഇട്ട് പുറത്ത് വെയിറ്റിങ്ങിലാണ്. നമുക്ക് കണ്ടോക്കാം അതിനെന്ത് പറ്റുമോ എന്നുള്ളതൊക്കെ. വീട് നേരത്തെ പോണം. ഫോട്ടോ ഒന്നുമില്ല, വാ. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പോണേ. വാ, തന്തി പുറത്തുണ്ട്. Thank you. ഇന്നലെ ചോക്ലേറ്റ് മുട്ടൂത്തി കൊടുക്കണ്ടേന്ന്. ഇതുപോലെ മദേഴ്സ് ഡേക്ക് വല്ലതും തരണം കേട്ടോ. കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളുടെ അല്ലെ എവിടെ പോണ സമയത്താണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? കിട്ടിയില്ലേ? ആ ബില്ല് കൊടുത്തിട്ടില്ല, അവനോടെ കൊടുത്തിട്ടില്ല. ഓക്കെ, എല്ലാരും കണ്ടോളൂ. സന്ദീപിന്റെ എഴുത്ത്. എന്റെ സ്വന്തം വസന്തിക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ. ദുഷ്ട വസന്തിക്ക് കുട്ടി ഇന്നലെ കുട്ടി ബാക്കി ഇവിടെ ഇവിടെ ഫോട്ടോസൊക്കെ വയ്ക്കാൻ പറ്റും.
ഗൈസ് ഇതാ നോക്കൂ, നിറച്ചും വെച്ചു കുറെ ചോക്ലേറ്റ്സ്. പല നിറത്തിൽ, പല കളറിൽ, പല വർണ്ണത്തിൽ. ഹാപ്പി വാലന്റൈൻസ് ഡേ. Valentine's Day.